ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അങ്ങനെ നമ്മൾ 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ പോവാണ്. ഈ ഭൂമിയിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ? നമ്മൾ മനുഷ്യർക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവരെ പോലെയുള്ള മിണ്ടാപ്രാണികളുടെ സ്വാതന്ത്ര്യം നമ്മൾ മനുഷ്യർ നിഷേധിക്കുന്ന ഒരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഡൽഹിയിൽ സംഭവിച്ച കാര്യമോ സുപ്രീം കോടതിൻ്റെ വിധിനെ കുറിച്ചോ ഒന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ ഇവർക്ക് സ്വാതന്ത്ര്യമുണ്ടോ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ മൂന്നാറിലെ ഒരു പഞ്ചായത്തിൽ എന്താ സംഭവിച്ചത്? 100-200ഓളം തെരുവ് നായ്ക്കളെ കൊന്ന് കുഴിച്ചു മൂടി. അവർ ഈ ഭൂമിയുടെ അവകാശികളല്ലേ? നമ്മൾ മാത്രമാണോ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്? നമുക്ക് മാത്രമാണോ സ്വാതന്ത്ര്യം വേണ്ടത്? അവർ ജനിച്ച് വളർന്ന തെരുവിൽ അവർക്ക് ജീവിക്കാനുള്ള ഒരു അവകാശം നമുക്ക് കൊടുത്തൂടെ? ഇതൊന്നും ചോദ്യം ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം നമ്മളെ മനുഷ്യരുടെ ഒരു സ്വഭാവമാണ് ഈ സ്വാർത്ഥത. നമുക്ക് വേണ്ടിയാണ് ഈ ഭൂമി, നമ്മൾ മാത്രമാണ് ഇതിൻ്റെ അവകാശികൾ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഒരിക്കലും അല്ല. ഈ ഭൂമിയുടെ ശരിക്കുള്ള അവകാശികൾ ഇവരെ പോലെയുള്ള മിണ്ടാപ്രാണികളാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, തെരുവിൽ എങ്ങനെയാണ് തെരുവ് നായ്ക്കളുടെ എണ്ണം കൂടുന്നത്? തെരുവിൽ ജനിച്ച് വളർന്ന തെരുവ് നായ്ക്കളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. തെരുവിൽ ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത് നമ്മളെല്ലാവരും ഉപേക്ഷിച്ച കുഞ്ഞുങ്ങളാണ്. അവർ വണ്ടികൾ കാണുമ്പോൾ ചിലപ്പം ബഹളം വെക്കും. ആളുകളുടെ സംസാരം കേൾക്കുമ്പോൾ ചിലപ്പോൾ അവർ ഒച്ചയുണ്ടാക്കും. ചിലപ്പോൾ അവർ ആക്രമിക്കാനായിട്ട് പോകും. കാരണം അതൊന്നും അവർക്ക് പരിചയമില്ല. അവർ ഒരുപാട് നാൾ ജീവിച്ചത് ഒരു വീട്ടിൽ കുറച്ച് ആളുകളുടെ ഇടയിലാണ്. അവിടെ നിന്ന് പെട്ടെന്നൊരു ദിവസം അവരെ പുറത്തോട്ട് പറിച്ച് നടുമ്പം ഈ ബഹളവും ഈ വണ്ടിയും ഈ ഹോണിൻ്റെ സൗണ്ടും ഒക്കെ അവർക്ക് പുതുമയുള്ള കാര്യങ്ങളാണ്. അവർ ബഹളം ഉണ്ടാക്കും, അവർ അഗ്രസീവ് ആവും. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മൂന്നാറിലെ സംഭവം ഒരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ നിരവധി ക്രൂരതകളാണ് ഈ മിണ്ടാപ്രാണികളോട് ദിവസേന കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമായിട്ട് നമ്മൾ മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ സംസാരിക്കാൻ പറ്റാത്ത ഈ മിണ്ടാപ്രാണികൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാനും പങ്കുചേരുന്നു. എല്ലാവർക്കും ഒരേപോലെ സ്വാതന്ത്ര്യം കിട്ടട്ടെ. ജയ് ഹിന്ദ്.